നമസ്കാരം. ലോകത്തെ ഞെട്ടിക്കുന്ന വിധത്തിൽ ഓപ്പറേഷനുകൾ നടത്തിയ ചരിത്രമുണ്ട് ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്. തങ്ങളാണ് ഇത് ചെയ്തതെന്ന് വ്യക്തമാക്കും വിധത്തിലാണ് ഇസ്രായേൽ ചാരസംഘടനയുടെ ഓരോ ഓപ്പറേഷനും. മ്യൂണിക് ഭീകരരെ വർഷങ്ങളോളം തിരഞ്ഞു കണ്ടെത്തി കൊലപ്പെടുത്തിയത് അതിഥ്രില്ലറുകളായ സിനിമാ കഥകളെ പോലും വെല്ലുന്നതാണ്. ഇറാനിലെ ഉന്നത നേതാക്കളെയും ഹമാസ് നേതാവ് ഹനിയെയും കൊലപ്പെടുത്തിയത് മൊസാദിന്റെ മിടുക്കിന് തെളിവായിരുന്നു. 2021 മുതൽ തന്നെ ഇറാനിൽ ശക്തമായ മൊസാദ് നെറ്റ്വർക്കുണ്ട്. മൊസാദിനെ ചേർക്കാനുള്ള യൂണിറ്റിന്റെ തലവനും ആ ടീമിലെ 20ഓളം പേരും ഇസ്രയേലി ചാരന്മാരായിരുന്നുവെന്ന് 2021 അന്നത്തെ ഇറാൻ പ്രസിഡന്റ് മഹ്മൂദ് അഹമ്മദിനെജാദ് വെളിപ്പെടുത്തിയതും ഏറെ ചർച്ചയായിരുന്നു. ഇപ്പോൾ IRGC കമാൻഡർ ഇസ്മായിൽ ഖാനിയുമായി ബന്ധപ്പെട്ടാണ് മൊസാദിന്റെ ആ കാര്യങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ വീണ്ടും ചർച്ചയാകുന്നത്. കാരണം ഇസ്മായിൽ ഖാനി എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഇറാന് കഴിയുന്നില്ല, അല്ലെങ്കിൽ ഇറാൻ മിണ്ടുന്നില്ല. ഇസ്മായിൽ ഖാനി ഇസ്രയേലിന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയെന്ന് ആരോപിച്ച് ഇറാൻ അദ്ദേഹത്തെ വധിച്ചു എന്ന രീതിയിലുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നുണ്ട്. ചാരവൃത്തി ആരോപിക്കപ്പെട്ടതിനെ തുടർന്ന് ഖാനിയെ അറസ്റ്റ് ചെയ്യുകയും ഒരുപക്ഷെ വധിച്ചിട്ടുണ്ടാകാമെന്നുമുള്ള റിപ്പോർട്ടുകൾ അറബ് മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിലും ടെഹ്റാൻ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. എമിറേറ്റ് മാധ്യമമായ ദി നാഷണലാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. 67കാരനായ ഇസ്മായിൽ ഖാനിയെ ചുറ്റിപ്പറ്റി വർഷങ്ങളായി അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ പലരും പല ആക്രമണങ്ങളിലായി കൊല്ലപ്പെട്ടെങ്കിൽ പോലും അദ്ദേഹം രക്ഷപ്പെട്ടിരുന്നു. അതിനാൽ തന്നെ അദ്ദേഹത്തെ 9 ജന്മമുള്ള മനുഷ്യനെന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. 2020 ജനുവരിയിൽ അമേരിക്കയുടെ ആക്രമണത്തിൽ മുൻഗാമിയായ ഖാസിം സുലൈമാനി കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് IRGCയുടെ ഖുദ്സ് സേനയുടെ കമാൻഡറായി ഖാനി ചുമതലയേൽക്കുന്നത്. മധ്യേഷ്യയിലുടനീളമുള്ള ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്നറിയപ്പെടുന്ന സഖ്യത്തെ കെട്ടിപ്പടുക്കുന്നതിനും ആയുധം നൽകുന്നതിനും ഏകോപിപ്പിക്കുന്നതിനുമുള്ള ഇറാന്റെ വിദേശ പ്രവർത്തന വിഭാഗമാണ് ഖുദ്സ് സേന. അദ്ദേഹത്തിന്റെ നേതൃകാലത്ത് ആ ശൃംഖലയിലെ ഏറ്റവും പ്രമുഖരായ പലരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രല്ല, ടെഹ്റാനിൽ വെച്ച് കൊല്ലപ്പെട്ട ഹമാസ് രാഷ്ട്രീയ തലവൻ ഇസ്മായിൽ ഹനിയ എന്നിവരും ഇതിൽ ഉൾപ്പെടുന്നു. ഓൺലൈനിൽ പ്രചരിക്കുന്ന അഭ്യൂഹങ്ങൾ അനുസരിച്ച് ഹനിയെ വധിച്ച ഓപ്പറേഷന് വഴിയൊരുക്കിയ വിവരങ്ങൾ നൽകിയത് ഖാനിയാണെന്നാണ് പറയപ്പെടുന്നത്. ടെഹ്റാനിലെ അതീവ രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് ഖാനി ഹനിയെ സന്ദർശിച്ച് അധികം വൈകാതെ തന്നെ ഇസ്രയേൽ ആ താവളം ബോംബിട്ട് തകർത്തു എന്നാണ് പറയപ്പെടുന്നത്. കൂടാതെ മേഖലയിൽ ഉടനീളം നടന്ന ആക്രമണങ്ങളിൽ ഇറാനിലെ മറ്റ് ഡസൻ കണക്കിന് മുതിർന്ന കമാൻഡർമാരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിയും മറ്റു ചില മുതിർന്ന ഉദ്യോഗസ്ഥരും അമേരിക്കൻ ഇസ്രയേൽ ആക്രമണത്തിലും കൊല്ലപ്പെട്ടു. വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിൽ ഇറാന്റെ പ്രാദേശിക പ്രോക്സി ശൃംഖലയെ നിയന്ത്രിക്കുന്നതിൽ ഉത്തരവാദിത്തമുണ്ടായിരുന്ന ഖാനി കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിലില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇറാന്റെ നേതൃനിരയെ തുടച്ചു നീക്കിയ പല ആക്രമണങ്ങളോടും അടുപ്പമുണ്ടായിരുന്ന ആളാണ് ഖാനി എന്ന ആരോപണം ഉയർന്നതോടെയാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ വർദ്ധിച്ചത്. ഖമീനി കൊല്ലപ്പെട്ട സ്ഫോടനത്തിന് തൊട്ടു മുമ്പുള്ള മിനിറ്റുകളിൽ ഖാനി ആ സ്ഥലത്ത് നിന്ന് മാറിയെന്നാണ് ചില റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നത്. ഇസ്രയേലിന് വിവരങ്ങൾ ചോർത്തിക്കൊടുക്കുന്നത് ഖാനിയാണെന്ന് വിശ്വസിക്കാൻ ചിലരെ പ്രേരിപ്പിക്കുന്ന ഘടകം ഇതാണ്. മൊസാദ് റിക്രൂട്ട് ചെയ്ത ഒരു ഏജന്റ് ഖമീനിയുടെ മൃതദേഹത്തിന്റെ വീഡിയോ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് അയച്ചു നൽകിയെന്ന റിപ്പോർട്ടുകൾ ഈ അഭ്യൂഹങ്ങളെ കൂടുതൽ ശക്തമാക്കുന്നു. ഇസ്രായേൽ നേരത്തെ തങ്ങൾ വധിക്കാൻ ഉദ്ദേശിക്കുന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥരുടെയും ഇറാനുമായി ബന്ധമുള്ളവരുടെയും ഒരു പട്ടിക പ്രസിദ്ധീകരിച്ചിരുന്നു. കഴിഞ്ഞ വാരാന്ത്യത്തിൽ ആ പട്ടിക പൂർത്തിയായതായും പ്രഖ്യാപിച്ചു. എന്നാൽ അതിൽ ഖാനിയുടെ പേരുണ്ടായിരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. ദി നാഷണലിന്റെ റിപ്പോർട്ട് പ്രകാരം പേര് വെളിപ്പെടുത്താത്ത സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് കഴിഞ്ഞ 2 വർഷമായി നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഖാനി പങ്കെടുത്തേക്കാവുന്ന പല യോഗങ്ങളും സ്ഥലങ്ങളും പിന്നീട് മാരകമായ ആക്രമണങ്ങളിലൂടെ തകർക്കപ്പെട്ടു എന്നതാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 12 ദിവസം നീണ്ടുനിന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിനിടെ ഖാനി കൊല്ലപ്പെട്ടതായി പല മാധ്യമങ്ങളും അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ 2025 ജൂണിൽ ടെഹ്റാനിൽ നടന്ന ഒരു പൊതുചടങ്ങിൽ സിവിൽ വസ്ത്രം ധരിച്ച് അദ്ദേഹം അപ്രതീക്ഷിതമായി പ്രത്യക്ഷപ്പെടുകയായിരുന്നു. അതുപോലെ തന്നെ 2024 ഒക്ടോബറിലും അദ്ദേഹം മരിച്ചതായി വാർത്ത പ്രചരിച്ചിരുന്നു. തുടർന്ന് വീണ്ടും അദ്ദേഹം അപ്രതീക്ഷിതമായി പ്രത്യക്ഷപ്പെടുകയാണ് ഉണ്ടായിരുന്നത്. ഹിസ്ബുള്ളയുടെ നേതൃഘടനയിലേക്ക് ഇസ്രായേൽ നുഴഞ്ഞു കയറിയതിനെ തുടർന്ന് സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായോ എന്ന് പരിശോധിക്കാൻ ഇറാൻ ഔദ്യോഗികമായി അന്വേഷണം ആരംഭിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഇതിന്റെ ഭാഗമായി ഖാനിയെയും അദ്ദേഹത്തിന്റെ ടീമിലെ അംഗങ്ങളെയും ഒറ്റപ്പെടുത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്തുവെന്ന് പേര് വെളിപ്പെടുത്താത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് മേഖലയിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് അദ്ദേഹം വധിക്കപ്പെട്ടുവെന്നാണ്. എന്നാൽ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഇറാന്റെ പുതിയ പരമോന്നത നേതാവിനെ കണ്ടെത്താനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങളും ഉയർന്നത്. ഒരു ഈച്ച പോലും അറിയാതെ ഏത് രാജ്യത്തേക്ക് കടന്നു കയറിയും തങ്ങളുടെ ശത്രുക്കളെ വകവരുത്താൻ ഇസ്രായേൽ ചാരസംഘടനകൾക്ക് അസാമാന്യമായ കഴിവാണുള്ളത്. ആകെ 2000 പേരാണ് മൊസാദിൽ ജീവനക്കാരായുള്ളത്. പക്ഷേ ഇവർ 2 കോടി പേർക്ക് സമാനമാണെന്നാണ് പറയപ്പെടുക. അമേരിക്കയുടെ CIAക്ക് 20,000 അംഗങ്ങളുണ്ട്. നമ്മുടെ റോയ്ക്കുമുണ്ട് അതിലേറെ അംഗങ്ങൾ. പക്ഷേ ഒരു മൊസാദ് കമാൻഡോ എന്നത് ബാഹുബലിയെ പോലെ 1000 സാധാ പട്ടാളക്കാർക്ക് തുല്യമാണ്. അയാളെ പഠിപ്പിക്കാതെ ഒരു കാര്യവും ഉണ്ടാകില്ല. ലോകത്തിലെ ഏത് ആയുധവും ഉപയോഗിക്കാൻ അറിയാം. മരുഭൂമിയിലും കടലിലും ദിവസങ്ങൾ ഒറ്റപ്പെട്ടാൽ പോലും അതിജീവിക്കാൻ പോലും അവരെ പഠിപ്പിക്കുന്നുണ്ട്. ഈ രീതിയിലുള്ള ഒരു പരിശീലനം ലോകത്തെവിടെയുമില്ല.